ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മൈക്രോ കൺട്രോളറിനെ പറ്റിയാണ്. മൈക്രോ കൺട്രോളർ എന്താണ്, മൈക്രോ കൺട്രോളറിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്നൊക്കെയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ആക്ച്വലി കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ ഇതിൻ്റെ ബേസിക്സ് എന്ന് മൈക്രോ കൺട്രോളറിൻ്റെ ബേസിക്സ് എന്ന് ക്വസ്റ്റൻ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഇത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ മൈക്രോ കൺട്രോളർ എന്താണ് എന്നതിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ആക്ച്വലി നമുക്ക് ചുറ്റുമുള്ള ഒരുപാട് ആപ്ലിക്കേഷൻസിൽ നമ്മൾ മൈക്രോ കൺട്രോളേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പം വീട്ടിലുള്ള അപ്ലയൻസസ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ TV, വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ്, അതേപോലെ തന്നെ മൈക്രോവേവ് ഓവൻ, ഇതിലൊക്കെ യൂസ് ചെയ്യുന്ന റിമോട്ട് കൺട്രോൾസ്, കാറുകൾ, അങ്ങനെ ഒരുപാട് പ്രോഗ്രാം ബേസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന എല്ലാ ഡിവൈസുകളിലും നമ്മൾ മൈക്രോ കൺട്രോളറിൻ്റെ ആപ്ലിക്കേഷൻസ് കാണാൻ പറ്റും. എങ്ങനെയാണ്? പ്രോഗ്രാം ബേസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന എല്ലാ ഡിവൈസുകളിലും മൈക്രോ കൺട്രോളർ ഉണ്ടാവും. അപ്പോൾ ആക്ച്വലി മൈക്രോ കൺട്രോളർ എവിടെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് ഇപ്പോൾ മനസ്സിലായില്ലേ? അപ്പം എക്സാമ്പിളായിട്ട് നമ്മളൊരു വളരെ സിമ്പിൾ എക്സാമ്പിളായിട്ട് നമ്മളെ വീട്ടിൽ കൺസിഡർ ചെയ്യുന്ന വാഷിംഗ് മെഷീൻ, നമ്മൾ വീട്ടിൽ അലക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വാഷിംഗ് മെഷീൻ ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ആണെന്ന് വിചാരിക്കുക. ഈ ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? നമ്മൾ സ്വിച്ച് പ്രസ് ചെയ്യുന്നു, അതിനനുസരിച്ച് വാഷിംഗ് മെഷീൻ ആവശ്യത്തിനുള്ള വാട്ടർ ലെവൽ സെലക്ട് ചെയ്യുന്നു, അതിനനുസരിച്ച് വെള്ളം എടുക്കുന്നു, പിന്നെ അതിനുശേഷം വാഷ് ചെയ്യുന്നു, വാഷ് ചെയ്തതിന് ശേഷം തുണികൾ ഉണക്കുന്നു. ഇതൊക്കെ കഴിഞ്ഞിട്ട് വാഷിംഗ് കംപ്ലീറ്റ് ആവുന്നു. ഇത്ര സമയത്തിനുള്ള വാഷിംഗ് കംപ്ലീറ്റ് ആവുന്നു. അപ്പോൾ ഇത് കംപ്ലീറ്റ് വർക്ക് ചെയ്യുന്ന പ്രോഗ്രാമിലാണ് അല്ലേ? അപ്പോൾ പ്രോഗ്രാമിൽ ആദ്യം വാട്ടർ ലെവൽ വാട്ടർ പൈപ്പിൽ നിന്ന് വാട്ടർ സെലക്ട് ചെയ്യാനുള്ള വാൽവ് ഓപ്പൺ ആവും. ഒരു പർട്ടിക്കുലർ വാട്ടർ ലെവൽ ആകുമ്പം ഓട്ടോമാറ്റിക്കലി അത് ക്ലോസ് ആവും, പിന്നെ വാഷിംഗ് സ്റ്റാർട്ട് ആവും. അങ്ങനെ ബേസിക് ആയിട്ടുള്ള പ്രോഗ്രാംസ് വെച്ചിട്ടാണ് എന്ത് വർക്ക് ചെയ്യുന്നത്? അങ്ങനെയുള്ള ഡിവൈസുകൾ വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ സ്മാർട്ടായിട്ട് അല്ലെങ്കിൽ ഓട്ടോമേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന എല്ലാ ഡിവൈസുകളിലും എന്തുണ്ടാവും? മൈക്രോ കൺട്രോളേഴ്സ് ഉണ്ടാവും. ഇപ്പോൾ നേരെ മറിച്ച് നമ്മുടെ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന ലൈറ്റിലൊന്നും പ്രോഗ്രാം യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഉണ്ടോ? വെറുതെ നമ്മളൊരു സ്വിച്ച് പ്രസ് ചെയ്യുന്ന സമയത്ത് ലൈറ്റ് കത്തുന്നു. ഇതിൻ്റെ അകത്തൊന്നും പ്രോഗ്രാമിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അങ്ങനെയുള്ള ഡിവൈസുകളിലൊന്നും നമ്മൾ എന്ത് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല? മൈക്രോ കൺട്രോളേഴ്സ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ആക്ച്വലി മൈക്രോ കൺട്രോളറിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? പ്രോഗ്രാം പ്രോസസ്സ് ചെയ്യുക എന്നുള്ളതാണ് മൈക്രോ കൺട്രോളറിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഏകദേശം മൈക്രോ കൺട്രോളർ എവിടെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടി വരിക എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണമല്ലോ. അപ്പോൾ പ്രോഗ്രാം പ്രോസസ്സ് ചെയ്യുന്ന ആളെ ആക്ച്വലി പ്രോസസ്സർ എന്നല്ലേ പറയാം. എന്തുകൊണ്ടാണ് നമ്മൾ അവിടെയൊക്കെ മൈക്രോ കൺട്രോളർ യൂസ് ചെയ്യുന്നതെന്ന് പറയാം? അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ് പ്രോസസ്സറും മൈക്രോ കൺട്രോളറും തമ്മിലുള്ള വ്യത്യാസം? മൈക്രോ പ്രോസസ്സർ എന്നും പറയാം പ്രോസസ്സറിനെ. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഫോണിലും നമ്മുടെ കമ്പ്യൂട്ടേഴ്സിലൊക്കെ മൈക്രോ പ്രോസസ്സേഴ്സ് ഉണ്ട് അല്ലേ? ഈ മൈക്രോ പ്രോസസ്സേഴ്സാണ് പ്രോഗ്രാം ഡീൽ ചെയ്യുന്നതെന്നാണ് നമുക്കൊക്കെ അറിയാവുന്ന കാര്യം. പക്ഷേ ഈ മൈക്രോ കൺട്രോളറും മൈക്രോ പ്രോസസ്സറും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഇത് രണ്ടും ഒന്നാണോ? അല്ലെങ്കിൽ മൈക്രോ കൺട്രോളർ എന്തിനാണ് പ്രോഗ്രാം പ്രോസസ്സ് ചെയ്യുന്നത്, പ്രോസസ്സർ ഉണ്ടാകുമ്പോൾ എന്നൊക്കെയുള്ള സംശയങ്ങൾ നമുക്കുണ്ടാവും. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? നമ്മൾ ഈ പ്രോസസ്സറും മൈക്രോ കൺട്രോളറും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് എന്നതിൽ തന്നെ നമുക്ക് കാര്യങ്ങൾ തുടങ്ങണം. അപ്പോൾ ആക്ച്വലി നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ബേസിക് പ്രോസസ്സർ ബേസ്ഡ് സിസ്റ്റം കൺസിഡർ ചെയ്യാം. ഈ പ്രോസസ്സർ ബേസ്ഡ് സിസ്റ്റം എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് എന്തായാലും ഒരു പ്രോസസ്സർ ഉണ്ടാവും. ഈ പ്രോസസ്സറിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്താണ്? ഈ പ്രോസസ്സറിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഗ്രാംസിനെ എക്സിക്യൂട്ട് ചെയ്യുക, പ്രോഗ്രാംസിനെ റൺ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ പ്രോസസ്സറിനെ എക്സിക്യൂട്ട് ചെയ്യാനുള്ള പ്രോഗ്രാംസ് ആക്ച്വലി എവിടെയാണ് ഉണ്ടാവുക? പ്രോസസ്സറിൻ്റെ ഉള്ളിൽ തന്നെയാണോ ഉണ്ടാവുക? ഒരിക്കലുമല്ല. പ്രോസസ്സറിനെ എക്സിക്യൂട്ട് ചെയ്യാനുള്ള പ്രോഗ്രാംസ് ഒക്കെ മെമ്മറിയിലായിരിക്കും സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ രണ്ടാമത്തെ ആളിവിടെ കടന്നു വന്നു, മെമ്മറി യൂണിറ്റ്. ഈ മെമ്മറി യൂണിറ്റിലായിരിക്കും പ്രോഗ്രാംസ് ഉണ്ടാവുക. ഈ മെമ്മറി യൂണിറ്റിലുള്ള പ്രോഗ്രാംസ് ആണ് എന്ത് ചെയ്യുന്നത്? പ്രോസസ്സർ എടുത്തിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ മെമ്മറി യൂണിറ്റും പ്രോസസ്സറും തമ്മിൽ കണക്ഷൻസ് ആവശ്യം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇങ്ങനെ ഡിഫറൻറ്റ് യൂണിറ്റ്സ്, ഒരു ബേസിക് പ്രോസസ്സർ ബേസ്ഡ് സിസ്റ്റത്തിലുള്ള ഡിഫറൻറ്റ് യൂണിറ്റ്സിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന കണക്ഷൻ ലൈൻസിനെയാണ് നമ്മൾ ജനറലി എന്ത് പറയുന്നത്? ബസ്സസ് എന്ന് പറയും. ബസ്. ഓക്കെ, അപ്പോൾ ശരിക്കും നമുക്ക് പറയുകയാണെങ്കിൽ ഇവിടെ 3 തരത്തിലുള്ള ബസ്സുകളാണ് നമുക്ക് പറയാനുള്ളത്. അതിൽ ഒന്നാമത്തെ ബസ് എന്ന് പറയുന്നത് അഡ്രസ് ബസ്സാണ്. രണ്ടാമത്തെ ബസ് എന്ന് പറയുന്നത് ഡാറ്റ ബസ്സാണ്. അതിൻ്റെ പേരിൽ തന്നെയുണ്ട് അതിൻ്റെ ഫംഗ്ഷൻ. മൂന്നാമത്തെ ബസ് എന്ന് പറയുന്നത് കൺട്രോൾ ബസ്സാണ്. അപ്പോൾ ആക്ച്വലി നമുക്കറിയാം മെമ്മറി എന്ന് പറയുന്നത് ഒരു സ്പേസ് ആയിരിക്കും. ഈ മെമ്മറി എന്ന് പറയുന്ന ഒരു സ്പേസിൻ്റെ അകത്ത് ഒരുപാട് ലൈൻസ് ഓഫ് പ്രോഗ്രാംസ് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കാം. ഓരോ ലൈനിലും ഓരോ പ്രോഗ്രാം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഓരോ പ്രോഗ്രാമിനും എന്തുണ്ടാവും? ഒരു സ്പെസിഫിക് അഡ്രസ്സ് ഉണ്ടാവും. ആ അഡ്രസ്സിൻ്റെ അകത്തായിരിക്കും എന്തുണ്ടാവുക? പ്രോഗ്രാം ഉണ്ടാവുക. ഒരു അഡ്രസ്സ്, നെക്സ്റ്റ് അഡ്രസ്സ്, അങ്ങനെ ഒരുപാട് അഡ്രസ്സുകൾ ഉണ്ടാവും. ഈ അഡ്രസ്സിലൊക്കെ പ്രോഗ്രാം അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് ഇങ്ങനെ വരിയായിട്ട് എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ പ്രോസസ്സറിന് ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ പ്രോസസ്സർ എന്താ ചെയ്യുക? ഏത് അഡ്രസ്സിലുള്ള പ്രോഗ്രാമാണോ എക്സിക്യൂട്ട് ചെയ്യേണ്ടത് ആ അഡ്രസ്സ് ആദ്യം ആർക്ക് പറഞ്ഞു കൊടുക്കണം? മെമ്മറി യൂണിറ്റിന് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അങ്ങനെ അഡ്രസ്സ് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അഡ്രസ് ബസ് എന്ന് പറയുന്നത്. ഇനി അഡ്രസ്സ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ അഡ്രസ്സിലുള്ള പ്രോഗ്രാമിനെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മെമ്മറി യൂണിറ്റ് ആർക്ക് കൊടുക്കും? പ്രോസസ്സറിന് കൊടുക്കും. അപ്പോൾ രണ്ടാമത് ആ ബസ്സിൽ കൂടെ പോകുന്നത് എന്തല്ല? അഡ്രസ്സ് അല്ല, പകരം എന്താണ്? ആ ഇൻസ്ട്രക്ഷനാണ് അല്ലെങ്കിൽ ഡാറ്റയാണ്. അപ്പോൾ അങ്ങനെ ഡാറ്റ ഫ്ലോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡാറ്റ ബസ് എന്ന് പറയുന്നത്. വളരെ ബ്രീഫായിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. ഇതൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ പഠിക്കാനുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ബ്രീഫായിട്ട് വളരെ ബേസിക് ആയിട്ട് ഞാൻ പറഞ്ഞു പോകുന്നത്. ഇനി പ്രോസസ്സറിന് മെമ്മറിയിലോട്ട് ഡാറ്റ കൊടുക്കാം,
അതേപോലെ തന്നെ പ്രോസസ്സറിന് മെമ്മറിയിൽ നിന്ന് ഡാറ്റ എടുക്കുകയും ചെയ്യാം. അതായത് അങ്ങനെ ടെക്നിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ പ്രോസസ്സറിന് മെമ്മറീൻ്റെ അകത്ത് നിന്ന് ഡാറ്റ റീഡ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ പ്രോസസ്സറിന് മെമ്മറീൻ്റെ അകത്ത് ഡാറ്റ റൈറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ റീഡ് ചെയ്യാനാണോ പ്രോസസ്സർ ശ്രമിക്കുന്നത്, റൈറ്റ് ചെയ്യാനാണോ പ്രോസസ്സർ ശ്രമിക്കുന്നത് എന്നുള്ളത് മെമ്മറിക്ക് പറഞ്ഞു കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് കൺട്രോൾ സിഗ്നൽസ് പറഞ്ഞു വിടണം. കൺട്രോൾ സിഗ്നൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീഡ് ചെയ്യാനാണെങ്കിൽ റീഡ് കൺട്രോൾ സിഗ്നൽസും റൈറ്റ് ചെയ്യാനാണെങ്കിൽ റൈറ്റ് കൺട്രോൾ സിഗ്നൽസും പ്രോസസ്സർ മെമ്മറിക്ക് പാസ് ചെയ്യണം. അപ്പോൾ റീഡ്, റൈറ്റ് അതുപോലെയുള്ള കൺട്രോൾ സിഗ്നൽസ് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ബസ്സാണ് കൺട്രോൾ ബസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മൂന്നുമാണ് ഡിഫറൻ്റ് ആയിട്ടുള്ള സിസ്റ്റം ബസ്. ഇതിന് മൂന്നിനെയും കൂടെ ചേർത്തിട്ട് നമ്മൾ പറയുന്ന പേരാണിത് സിസ്റ്റം ബസ്. അപ്പോൾ 3 ബസ്സിൻ്റെ ഫങ്ഷൻസ് എന്താണെന്ന് മനസ്സിലായല്ലോ. അഡ്രസ് ബസ്, ഡാറ്റ ബസ്, കൺട്രോൾ ബസ്. ഇനി വളരെ പ്രധാനമായിട്ട് ഒരു പ്രൊസസ്സർ ബേസ്ഡ് സിസ്റ്റത്തിലുള്ള മൂന്നാമത്തെ കമ്പോണൻറ്റിനെയാണ് നമ്മൾ പോർട്സ് എന്ന് പറയുക. പോർട്സ് IO പോർട്ട് എന്ന് പറയും. IO പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ട്. അതാണ് IO പോർട്ട്, ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ട്. അപ്പോൾ ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി നമ്മളിപ്പോൾ ഒരു കമ്പ്യൂട്ടർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ കമ്പ്യൂട്ടറിലേക്ക് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത്, നമ്മൾ ഹ്യൂമൻസ് ഇൻപുട്ട് കൊടുക്കുന്നത് ഏത് വഴിയാണ്? നമുക്കറിയാം, നമ്മൾ കീബോർഡ് വഴിയാണ് ആ കമ്പ്യൂട്ടറിൻ്റെ അകത്തേക്ക് നമ്മൾ ഇൻപുട്ട്സ് കൊടുക്കുന്നത്, അല്ലേ? അപ്പോൾ കീബോർഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇൻപുട്ട് ഡിവൈസാണ്. അതേപോലെ നമുക്ക് ഔട്ട്പുട്ട് കാണണമെങ്കിൽ, നമ്മൾ ആ കമ്പ്യൂട്ടറിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു ഔട്ട്പുട്ട് കാണണമെങ്കിൽ നമ്മൾ കാണുന്നത് ഏതിൽ കൂടിയാണ്? കമ്പ്യൂട്ടറിൻ്റെ അകത്തുള്ള ഡിസ്പ്ലേയിലാണ്, അല്ലേ? അപ്പോൾ ഡിസ്പ്ലേനെ നമുക്ക് എന്ത് പറയാം? ഒരു ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് പറയാം. അപ്പോൾ ആക്ച്വലി ഈ കീബോർഡ് എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ ഡയറക്റ്റായിട്ട് പ്രോസസ്സറുമായിട്ട് കണക്ട് ചെയ്ത് വയ്ക്കുന്ന ഒന്നല്ല. നിങ്ങൾ സിസ്റ്റത്തിന് കമ്പ്യൂട്ടറിൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കീബോർഡ് ഒരിക്കലും പ്രോസസ്സറുമായിട്ട് ഡയറക്റ്റ്ലി കണക്റ്റഡ് ആയിരിക്കില്ല. അതേപോലെ ഈ ഔട്ട്പുട്ട് ഡിവൈസ് ആയിട്ടുള്ള ഡിസ്പ്ലേയും ഒരിക്കലും പ്രോസസ്സറുമായിട്ട് ഡയറക്റ്റ് കണക്റ്റഡ് ആയിരിക്കില്ല. ഈ കീബോർഡും ഡിസ്പ്ലേയും അല്ലെങ്കിൽ ഇൻപുട്ട് ഡിവൈസുകളും ഔട്ട്പുട്ട് ഡിവൈസുകളും എല്ലാം നമ്മൾ പ്രോസസ്സറുമായിട്ട് കണക്ട് ചെയ്യുക ഏത് വഴിയാണ്? ഇതുപോലെയുള്ള ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ടുകൾ വഴിയാണ്, IO പോർട്ടുകൾ വഴിയാണ്. അപ്പോൾ IO പോർട്ടുകൾ വഴി നമ്മൾ ഈ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകൾ കണക്ട് ചെയ്യും. ഇൻപുട്ട് പോർട്ട് വഴി ഇൻപുട്ട് ഡിവൈസ് കണക്ട് ചെയ്യും, ഔട്ട്പുട്ട് പോർട്ട് വഴി ഔട്ട്പുട്ട് ഡിവൈസ് കണക്ട് ചെയ്യും. കീബോർഡിൽ നിന്ന് കൊടുക്കുന്ന ഇൻപുട്ടുകൾ ഈ പോർട്ടുകളിലാണ് എത്തുക. ഈ പോർട്ടുകളാണ് ആ ഡാറ്റേനെ എങ്ങോട്ടേക്ക് കൊടുക്കുന്നത്? പ്രോസസ്സറിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഇത് തമ്മിലും കണക്ഷൻ ആവശ്യം ഉണ്ടാവുമല്ലോ. അപ്പോൾ ആക്ച്വലി കണക്ഷൻ ഇങ്ങനെയായിരിക്കും എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടാവുക. പോർട്ടുകളും പ്രോസസ്സറും തമ്മിൽ കണക്ഷൻ ഉണ്ടാവും, പക്ഷേ പോർട്ടുകളും മെമ്മറിയും തമ്മിൽ ഒരിക്കലും ഡയറക്റ്റ് കണക്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചേർന്നതാണ് ഒരു ബേസിക് പ്രോസസ്സർ ബേസ്ഡ് സിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ അകത്ത് നമ്മൾ ഈ സിസ്റ്റംസ് അല്ലെങ്കിൽ ഈ കമ്പോണൻസ് ഒക്കെ നമ്മൾ വെച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ഈ കമ്പോണൻസ് ഒക്കെ നമ്മൾ സിസ്റ്റത്തിൻ്റെ അകത്ത് വെച്ചിരിക്കുന്നത് നമുക്കറിയാം മദർ ബോർഡിലാണ് ഇതെല്ലാം കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ സിസ്റ്റത്തിൽ തുറന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഡെസ്ക്ടോപ്പോ ലാപ്ടോപ്പോ തുറന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം വലിയൊരു മദർ ബോർഡ് കാണും, അതിൻ്റെ അകത്ത് പ്രോസസ്സർ കാണും, മെമ്മറി കാണും, പോർട്ടുകൾ കാണും, പിന്നെ ഒരുപാട് അതർ കമ്പോണൻസും കാണും, അല്ലേ? അപ്പോൾ ആക്ച്വലി നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ വാഷിംഗ് മെഷീൻ എന്ന് പറയുന്ന ഡിവൈസിൻ്റെ അകത്ത് ഇത്രയും വലിയൊരു മദർ ബോർഡിൽ ഇത്രയും സാധനങ്ങൾ ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് വാഷിംഗ് മെഷീൻ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. പക്ഷേ വാഷിംഗ് മെഷീനിനകത്ത് എന്തുണ്ട്? പ്രോസസ്സർ വേണം, പ്രോഗ്രാംസ് വേണം, എന്നാൽ മാത്രമേ അത് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ വാഷിംഗ് മെഷീൻ്റെ അകത്ത് വേണം. പക്ഷേ ഒരു മദർ ബോർഡിൻ്റെ അകത്ത് ഫിറ്റ് ചെയ്തിട്ടുള്ള രീതിയിൽ നമുക്ക് ഇത്രയും വലിയ ഒരു സ്ട്രക്ചർ നമുക്ക് അതിൻ്റെ അകത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് എല്ലാ ചെറിയ ഡിവൈസുകളിലും. ഇപ്പോൾ ഒരു റിമോട്ട് കൺട്രോൾ ആണെങ്കിലും ആ റിമോട്ട് കൺട്രോളിൻ്റെ അകത്ത് അതിൽ പ്രോഗ്രാംസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ റിമോട്ട് കൺട്രോളിൻ്റെ അകത്ത് നമുക്ക് ഇതുപോലെ ഒരു മദർ ബോർഡിൽ സാധനം ഫിറ്റ് ചെയ്തിട്ട് ഒരിക്കലും വെക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ എളുപ്പത്തിന് വേണ്ടി നമ്മളിങ്ങനെ ചിന്തിച്ചു, അതായത് ഈ ഡിവൈസുകളെല്ലാം ഒരുമിച്ച് അല്ലെങ്കിൽ ഈ കമ്പോണൻസുകളെല്ലാം ഒരുമിച്ച് ഒരു സിംഗിൾ ചിപ്പിൽ അല്ലെങ്കിൽ ഒരു സിംഗിൾ ICയിൽ കിട്ടുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? വളരെ കോമ്പാക്റ്റ് ആയിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഈ കമ്പോണൻസ് എല്ലാം ഒരു സിംഗിൾ ചിപ്പിൽ ഒരു IC ഫോമിൽ രൂപപ്പെടുത്തിയിട്ടുള്ള ആളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മൈക്രോ കൺട്രോളർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മൈക്രോ കൺട്രോളർ എന്താണെന്ന് മനസ്സിലായല്ലോ. മൈക്രോ കൺട്രോളറിൻ്റെ അകത്ത് എന്തൊക്കെ ഉണ്ടാവും? ഒരു പ്രോസസ്സർ ഉണ്ടാവും, അതിനൊരു മെമ്മറി ഉണ്ടാവും, അതിന് പോർട്ട് ഉണ്ടാവും, കൂടെ ഇവിടെ പറയാത്ത 2-3 കമ്പോണൻസും കൂടി ഉണ്ട്. അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടതായതുകൊണ്ടാണ് ഇപ്പോൾ പറഞ്ഞു വയ്ക്കാത്തത്. അപ്പോൾ മൈക്രോ കൺട്രോളറും മൈക്രോ പ്രോസസ്സറും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായില്ലേ? മൈക്രോ കൺട്രോളറിൻ്റെ അകത്ത് തന്നെ എന്തുണ്ടാവും? ഒരു പ്രോസസ്സർ ഉണ്ടാവും. മൈക്രോ പ്രോസസ്സർ എന്ന് പറയുന്നത് ആക്ച്വലി കമ്പ്യൂട്ടറിലും നമ്മുടെ മൊബൈൽ ഫോൺസിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രോസസ്സർ എന്ന് പറയുമ്പോൾ അതിൻ്റെ മെയിൻ പരിപാടി പ്രോഗ്രാം ഡീൽ ചെയ്യലാണ്. നമ്മളിപ്പം മൈക്രോ കൺട്രോളർ ബേസ് ചെയ്തിട്ട് പറഞ്ഞ ഡിവൈസുകളിലൊക്കെ അല്ലെങ്കിൽ അപ്ലയൻസസിലൊക്കെ വളരെ ചെറിയ ചെറിയ പ്രോഗ്രാമിംഗ് സ്റ്റെപ്സ് മാത്രമേ വരുന്നുള്ളൂ, അല്ലെങ്കിൽ വളരെ ചെറിയ ചെറിയ പ്രോഗ്രാമിങ്ങൾ മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ അതുപോലെ വളരെ ചെറിയ ചെറിയ പ്രോഗ്രാമുകൾ മാത്രം ഡീൽ ചെയ്യാൻ പറ്റിയ പ്രോസസ്സർ ആയിരിക്കും മൈക്രോ കൺട്രോളറിൻ്റെ അകത്ത് ഉണ്ടാവുക. അതേപോലെ തന്നെ മെമ്മറി എന്ന് പറയുന്നത് വളരെ ചെറുതായിരിക്കും. കാരണം എന്താ? കുറച്ച് പ്രോഗ്രാമുകളേ ഉണ്ടാവുള്ളൂ, കുറച്ച് ഡാറ്റയേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ വളരെ കോമ്പാക്റ്റ് ആയിട്ട് നമ്മൾ ഈ കമ്പോണൻസിനെയൊക്കെ
എടുത്തു വെച്ചിരിക്കുന്ന ഒരു IC ഫോമിലുള്ള ഒരാളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മൈക്രോ കൺട്രോളർ എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പം മൈക്രോ കൺട്രോളർ എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മൈക്രോ കൺട്രോളറായിട്ട് നമ്മൾ പഠിക്കുന്ന മൈക്രോ കൺട്രോളർ 8051 എന്ന് പറയുന്ന മൈക്രോ കൺട്രോളറാണ്. 8051 മൈക്രോ കൺട്രോളറിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഇതിൻ്റെ അകത്തും എക്സാംസിന് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുണ്ട്. ആദ്യമായിട്ട് പറയാനുള്ളത് 8051 എന്ന് പറയുന്നത് ഒരു 8 ബിറ്റ് മൈക്രോ കൺട്രോളറാണ്. 8 ബിറ്റ് മൈക്രോ കൺട്രോളർ എന്ന് പറയുന്നത് ഒരു സമയത്ത് 8051 മൈക്രോ കൺട്രോളറിന് 8 ബിറ്റ് ഡാറ്റേനെ ആണ് പ്രോസസ്സ് ചെയ്യാൻ പറ്റുക. അപ്പോൾ നമ്മൾ ബേസിക് ആയിട്ടുള്ള ഓപ്പറേഷൻസ് കൺസിഡർ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അപ്പം അഡീഷൻ, മൾട്ടിപ്ലിക്കേഷൻ, സബ്ട്രാക്ഷൻ അതുപോലെയുള്ള ബേസിക് ഓപ്പറേഷനാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഒരു സമയത്ത് മൈക്രോ കൺട്രോളറിന് 2 8 ബിറ്റ് ഡാറ്റകളെ തമ്മിൽ കൂട്ടാം, 2 8 ബിറ്റുകൾ ഡാറ്റകളെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം, 2 8 ബിറ്റ് ഡാറ്റകൾ തമ്മിൽ ഡിവൈഡ് ചെയ്യാം, സബ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ 8 ബിറ്റ് ഡാറ്റേനെയാണ് അത് അറ്റ് എ ടൈം ഡീൽ ചെയ്യുന്നത്. അതുകൊണ്ടാണ് മൈക്രോ കൺട്രോളറിനെ 8051 മൈക്രോ കൺട്രോളറിനെ 8 ബിറ്റ് മൈക്രോ കൺട്രോളർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് പറയാം, ഈ അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ഒക്കെ നടത്തുന്നത്, എല്ലാ ഓപ്പറേഷൻസും മൈക്രോ കൺട്രോളറിൽ നടത്തുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് ALU ആണ്, അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ്. അപ്പോൾ ALU എന്ന് പറയുന്നത് എത്ര ബിറ്റ് ആയിരിക്കും? 8 ബിറ്റ് ALU ആയിരിക്കും. അതുകൊണ്ടാണ് അതിനെ 8 ബിറ്റ് മൈക്രോ കൺട്രോളർ എന്ന് പറയുന്നത്. അടുത്തത് പറയാനുള്ളത് നമ്മൾ ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ടിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. ആക്ച്വലി അതിൻ്റെ അകത്ത് 4 പോർട്ടുകളാണുള്ളത്. 8051 4 ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ടുകളാണുള്ളത്. അത് 8 ബിറ്റ് പോർട്ടുകളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പോർട്ടിൽ എന്തുണ്ടാവും? 8 ലൈൻസുകൾ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും, 8 ബസ്സുകൾ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അതുപോലെയുള്ള 4 പോർട്ടുകൾ ഉണ്ടാവും. അതും പ്രത്യേകത എന്താണ്? ബൈ ഡയറക്ഷനിലാണ്. ബൈ ഡയറക്ഷനിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഒരു പോർട്ട്, ഒരു ലൈനാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഇതൊരു പോർട്ടാണെന്ന് വിചാരിക്കുക. ആ പോർട്ടിൽ നിന്ന് പുറത്തോട്ടുള്ള ലൈനാണ് ഇതെന്ന് വിചാരിക്കുക. നമുക്ക് ഈ ലൈനിലേക്ക് എന്ത് കണക്ട് ചെയ്യാം? കീബോർഡ് പോലെയുള്ള ഇൻപുട്ട് ഡിവൈസുകളും കണക്ട് ചെയ്യാം. ഇൻപുട്ട് ഡിവൈസ് കണക്ട് ചെയ്യുമ്പോൾ എന്തായിരിക്കും? നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് എങ്ങോട്ടേക്ക് പോകണം? പോർട്ടിൻ്റെ ഉള്ളിലേക്ക് പോകണം. നേരെ മറിച്ച് നമ്മൾ ഇവിടെ ഇൻപുട്ട് ഡിവൈസ് അല്ല, പകരം ഒരു ഡിസ്പ്ലേ ആണ് കണക്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ആ പോർട്ടിലേക്ക് നമ്മളൊരു ഡിസ്പ്ലേ ആണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഡിസ്പ്ലേയിലേക്ക് ഇൻഫർമേഷൻ അങ്ങോട്ട് പോകാൻ വേണ്ടത്. അപ്പോൾ ഈ ബസ്സിൽ കൂടെ അല്ലെങ്കിൽ ഈ പോർട്ടിൽ കൂടെ എന്ത് പോകാൻ പറ്റണം? ഡാറ്റ അങ്ങോട്ടും പോകാൻ പറ്റണം, ഡാറ്റനെ ഇങ്ങോട്ടും റിസീവ് ചെയ്യാൻ പറ്റണം. അങ്ങനെയുള്ള പോർട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബൈ ഡയറക്ഷണൽ പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ബൈ ഡയറക്ഷണൽ പോർട്ടാണെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഒരു പോർട്ടിനെ നമുക്ക് ഇൻപുട്ട് പോർട്ടായിട്ടും യൂസ് ചെയ്യാം, ഔട്ട്പുട്ട് പോർട്ടായിട്ടും യൂസ് ചെയ്യാം. ഓക്കെ, ഇപ്പം ഈ ഒരു 4 പോർട്ടുകൾ ഉണ്ട് എന്നാണ് പറഞ്ഞത്. 4 പോർട്ടുകളും എന്താണ്? ബൈ ഡയറക്ഷനാണ്. ഡാറ്റ അങ്ങോട്ടും പോവും, ഡാറ്റ ഇങ്ങോട്ടും പോവും. അപ്പോൾ ഓരോ പോർട്ടിനെ നമുക്ക് എന്തായിട്ട് യൂസ് ചെയ്യാം? ഇൻപുട്ട് പോർട്ടായിട്ടും യൂസ് ചെയ്യാം, ഔട്ട്പുട്ട് പോർട്ടായിട്ടും യൂസ് ചെയ്യാം. ഒരിക്കലും നമുക്ക് ഒരുപാട് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകളൊന്നും കണക്ട് ചെയ്യാനുണ്ടാവില്ല. ഇപ്പം നമ്മൾ എക്സാമ്പിളായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ വാഷിംഗ് മെഷീൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതിൻ്റെ ഫ്രണ്ട് പാനൽ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് ഉണ്ടാവുക? കുറച്ച് ബട്ടൺസ് ഉണ്ടാവും. ഈ ബട്ടൺസ് ആണ് എന്ത്? ഈ ബട്ടൺസിനെയാണ് നമ്മൾ ഇൻപുട്ട് ഡിവൈസ് എന്ന് പറയുന്നത്. അതേപോലെ ഇതിൻ്റെ നമ്മൾ പ്രസ് ചെയ്യുന്ന ബട്ടൺസിൻ്റെ റീഡിങ് കാണിക്കാൻ വേണ്ടിയിട്ട് അവിടെ എന്തുണ്ടാവും? ഒരു ഡിസ്പ്ലേ ഉണ്ടാവും. ഈ ഡിസ്പ്ലേ അതിൻ്റെ ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. അപ്പോൾ ആക്ച്വലി ഇത്രയും മാത്രമേ അതിൻ്റെ അകത്തേക്ക് കണക്ട് ചെയ്യാനുള്ളൂ. കുറച്ച് ബട്ടൺസ് കണക്ട് ചെയ്യാനുണ്ടാവും, അതേപോലെ ഡിസ്പ്ലേ യൂണിറ്റും കണക്ട് ചെയ്യാനുണ്ടാവും. അപ്പോൾ ആക്ച്വലി ഒരു പോർട്ട് തന്നെ ഇതെല്ലാം കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സഫീഷ്യൻ്റ് ആണ്. അപ്പോൾ അതിന് പകരം എത്ര പോർട്ട് ഉണ്ട്? 4 പോർട്ടുകളുണ്ട് 8051. അപ്പോൾ 4 8 ബിറ്റ് ബൈ ഡയറക്ഷണൽ ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ടുകളുണ്ട് 8051. ഇനി നമ്മൾ പറയാത്ത ഒരു കാര്യം കൂടിയുണ്ട്, അതായത് 216 ബിറ്റ് ടൈമേഴ്സ്. ഇതും 8051 ഉള്ളിലുള്ള ആൾക്കാരാണ്. അപ്പോൾ ആക്ച്വലി ടൈമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നോക്കാം. ടൈമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മളിപ്പോൾ ഒരു ഡിവൈസ് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു പർട്ടിക്കുലർ ടൈം ആവുന്ന സമയത്ത് അത് ഓഫ് ആവണമെന്ന് വിചാരിക്കുക. അപ്പോൾ ആ പർട്ടിക്കുലർ ടൈം ആയി, ഇപ്പോൾ 5 മിനിറ്റിനുള്ളിൽ ആ സാധനം ഓഫ് ആവണം. വാഷിംഗ് മെഷീൻ്റെ കാര്യം തന്നെ എടുക്കാം. 5 മിനിറ്റ് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് സ്റ്റോപ്പ് ചെയ്യണം. 5 മിനിറ്റ് ആയി എന്നുള്ളത് എങ്ങനെയാണ് 8051 അല്ലെങ്കിൽ ആ മൈക്രോ കൺട്രോളറിന് മനസ്സിലാവുന്നത്? അത് ആ ടൈം കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരാണ് ആക്ച്വലി ടൈമേഴ്സ് എന്ന് പറയുന്നത്. ടൈമേഴ്സ് എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? കൗണ്ടേഴ്സ് തന്നെയാണ്. കൗണ്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, കൗണ്ട് ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ കൗണ്ടേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ ഡിജിറ്റലിലൊക്കെ പഠിച്ചിട്ടുള്ള കൗണ്ടേഴ്സ് ഇല്ലേ? ഈ കൗണ്ടേഴ്സ് എന്ത് ചെയ്യും? കൗണ്ട് ചെയ്യും. ഇപ്പം 0 1 2 ഇങ്ങനെ കൗണ്ട് ചെയ്തിട്ട് ഒരു പർട്ടിക്കുലർ കൗണ്ട് വരെ ആവുന്ന സമയത്ത് ഇത്ര സമയമായി എന്ന് കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ അത് സ്റ്റോപ്പ് ആവും. അപ്പോൾ ആക്ച്വലി അതിന് വേണ്ടിയിട്ടുള്ള ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടൈമേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ 8051 അകത്തും ടൈമേഴ്സ് ഉണ്ടാവണമല്ലോ. കാരണം ഒരു നിശ്ചിത സമയത്തിനുള്ള അത് ഓഫ് ആവണം, നിശ്ചിത സമയത്തിനുള്ള ഓൺ ആവണം. അതൊക്കെ ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഇതുപോലെയുള്ള ടൈം കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ അത് ടൈമേഴ്സ് ഉണ്ട്. 2 ടൈമേഴ്സാണുള്ളത്. ആ 2 ടൈമേഴ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 16 ബിറ്റ് ടൈമേഴ്സാണ്. അപ്പോൾ ആക്ച്വലി ടൈമേഴ്സിൻ്റെ ഒക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള സെക്ഷൻ നമ്മൾ മൈക്രോ കൺട്രോളറിൽ എടുക്കാനുണ്ട്.
അതുകൊണ്ടാണ് അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. അപ്പോൾ ഈ ഓരോ പോയിന്റ്സും നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് വരും ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയാണ് നമ്മൾ 8051ൻ്റെ ബേസിക് ഫീച്ചേഴ്സ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നെക്സ്റ്റ് വരുന്ന സെക്ഷൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 8051ൻ്റെ ICയുടെ പിൻ ഔട്ട് ഡയഗ്രം ആണ്. പിൻ ഔട്ട് ഡയഗ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 40 പിൻ IC ആണ്. 40 പിൻ ICയുടെ അകത്ത് ഓരോ പിന്നും എന്താണ്, ഓരോന്നിൻ്റെ ഫംഗ്ഷൻ എന്താണ് എന്നുള്ളതാണ് നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഡൗട്ടുകൾ വല്ലതും ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാം. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.